Hi friends, welcome to Shameeskitchen Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ എന്തിന്റെ കൂടെയും സൂപ്പർ ആയിട്ട് സൈഡ് ആയിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ മസാല കറി ആയാലോ ഇന്ന്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പൊട്ടറ്റോ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമുക്കൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിലെ കറുവാപ്പട്ടയും ഒരു 2 ഏലയ്ക്ക 3 ഗ്രാമ്പൂ ഇതും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും. അതിനുശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി മുഴുവൻ ജീരകം തന്നെ ചേർത്ത് കൊടുത്തേക്കണം. കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് ഒരു പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് കറി വെക്കുമ്പോഴത്തേക്ക് ഈ കായപ്പൊടി ചേർക്കാറില്ല, പക്ഷേ ഇതുപോലെ ഒരല്പം സാമ്പാർ കായും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് ഒരു അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതായത് തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 സവാള നമുക്ക് വേണ്ടി വരും. ഞാനിപ്പോൾ ഈ ഒരളവിലാണ്, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് ഹൈയിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഒരുപാട് തീരെ തിന്നായിട്ട് നമ്മൾ അരിയാൻ വേണ്ടി നിൽക്കണ്ട. വളരെ കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ട് ചടപടയെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ കറി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് ഒരു സ്പെഷ്യലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. സവാള എല്ലാം ഒരുപാട് വഴണ്ട് കിട്ടണമെന്ന് ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ, ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഈ സമയത്ത് നമുക്ക് മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ കറിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം നമ്മളിതിലേക്കൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഈ ഒരു അളവിനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. ഒരു 3 ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. കുക്കറിലിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഒരുപാട് കുട്ടി പീസാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് വേവിച്ചതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഗ്രേവിയിലേക്ക് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ വേവിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ച് വരില്ല. അതിൻ്റെ പേരിലാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഗ്രേവി ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ മാത്രമേ നല്ലതുപോലെ ഒന്ന് വറ്റി കുറുകി കിട്ടുള്ളൂ. കുറച്ച് സമയം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത്രയും ഗ്രേവിക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്.
നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലതുപോലെ കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി എല്ലാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കാര്യം ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് ഞാൻ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ആ ഒരു എരിവും മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് ചേർക്കുന്ന 1 ടീസ്പൂൺ സൂപ്പറായിട്ട് നമുക്ക് ഉപകരിക്കും. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1-2 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വയ്ക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മുളകിൻ്റെയൊക്കെ പച്ചമുളകിൻ്റെയൊക്കെ എരിവും ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഫസ്റ്റിലേ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല എരിവ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ഫസ്റ്റിൽ ചേർക്കണമോ ലാസ്റ്റിൽ ചേർക്കണമോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മാത്രം നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നല്ല ചൂടോടുകൂടി തന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഉരുളക്കിഴങ്ങ് കറി എന്തിൻ്റെ കൂടെയൊക്കെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന്. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വെച്ച് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് പ്രത്യേക ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.